മനസ്സിലാവും. അപ്പോൾ എം കെ ഹാജിയെ സംബന്ധിച്ച് ഒരു പുസ്തകം ജീവചരിത്രം ഇപ്പം നിലവിലില്ല. അപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് സംഭവങ്ങൾ എന്നൊക്കെ ചിത്രങ്ങൾ എന്നുള്ള പുസ്തകം TP ചെറുപ്പ് എഴുതി. എം കെ ഹാജിയെ കുറിച്ച് ഇതിലുണ്ട്. ഇസാഖ് അലിക്കണ്ടി എം കെ ഹാജി മരിച്ച സമയത്ത് ഇതിഹാസ പുരുഷനുള്ള പുസ്തകം അത് പല ആൾക്കാരുടെ ലേഖനങ്ങൾ സമ്മാനിച്ചുകൊണ്ടും ഇവരെ കുറച്ച് ഭാഗം. അപ്പൊ എം കെ ഹാജിയെ കുറിച്ച് ഒരു ഓതന്റിക്കായ പുസ്തകമല്ല. കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് അതിലൊരു ശ്രമത്തിലാണ്. അപ്പൊ എം കെ ഹാജിയെ കുറിച്ച് അറിവുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ എം കെ ഹാജിയെ കുറിച്ച് അറിയുന്ന ആളുകൾ കുറച്ചാളുകൾ നിങ്ങളാണല്ലോ. അപ്പോൾ ആ നിലക്ക് എം കെ ഹാജിയെ കുറിച്ച് നിങ്ങളെ ഓർമ്മയിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും പറയാം. ബഹുമാന്യനായ മർഹൂം എം കെ ഹാജി സാഹിബ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന തലയെടുപ്പുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം പ്രധാനമായും കേരളത്തിൽ യതീംഖാന പ്രസ്ഥാനം ആരംഭിച്ച പ്രമുഖ വ്യക്തി എന്ന നിലക്കാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു നിൽക്കുന്നത്. ഇബ്രാഹിം മാഷ് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായ നേതാവ്, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം ലീഗ് വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ആർക്കും വിസ്മരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഖജാൻജി സ്ഥാനം അദ്ദേഹത്തിന് നൽകി അംഗീകാരം നൽകുകയും ചെയ്തത്. കുറേ വർഷം പാർട്ടി സ്ഥാനങ്ങളിലുള്ള ഔദ്യോഗിക സ്ഥാനമെന്നല്ലാതെ ഒരു പാർലമെന്ററി വ്യാമോഹമൊന്നും അദ്ദേഹത്തിന് തൊട്ട് തീണ്ടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഏതായാലും രാഷ്ട്രീയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, നമ്മൾ യതീംഖാന പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാം. കേരളത്തിൽ 943 നമ്മളെ തിരുവരങ്ങാടി യതീംഖാന സ്ഥാപിതമായി. 144 കുട്ടികളുമായി ആരംഭിച്ച ആ യതീംഖാന വളർന്ന് പന്തലിച്ച് വലുതായി 10,000-കണക്കിലുള്ള അനാഥ വിദ്യാർത്ഥികളെയാണ് അവർക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി ഇവിടെ നിന്ന് പുറത്തു വിട്ടത്. തൊഴിലും കൊടുത്തു. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും അടുപ്പത്ത് തീ മൂട്ടാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു കുടുംബനാഥൻ എന്നതായി പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ അദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് അതേപോലുള്ള ആയിരക്കണക്കിന് ആളുകൾ ഉയർന്ന സ്ഥാനങ്ങളിൽ PhD ഒക്കെ പാസ്സായി ഡോക്ടറേറ്റും അതുപോലെ എഞ്ചിനീയർ MLA ആയി അങ്ങനെ ധാരാളം ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ യതീംഖാന MLA ആവാൻ പിന്നെ രാമമാഷയുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടാവുക മിക്കവാറും എം കെ ഹാജി സാഹിബ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങൾ പറയുമെന്നല്ലാതെ വിദ്യാഭ്യാസം മുസ്ലിം ലീഗ് ഏറ്റെടുക്കണം ശക്തമായി വാദിച്ചത് എം കെ ഹാജിയാണ്. ഈ കാര്യത്തിൽ എം കെ ഹാജി സാഹിബിന് ഒരു മാതൃകയുണ്ട്. ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം കേരള മുസ്ലിങ്ങളുടെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം കർശനമായി പറഞ്ഞത്. അതുകൊണ്ട് ധാരാളം നേട്ടങ്ങൾ നമുക്കുണ്ടായല്ലോ. എത്ര കോളേജുകൾ, എത്ര ഹയർ സെക്കൻഡറികൾ. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ മമ്പാട് MES കോളേജ് ഉണ്ടാക്കിയിട്ട് പ്രധാനമായും അദ്ദേഹത്തിന്റെ ശ്രമമുണ്ട്. അതെ, മമ്പാട് MES കോളേജ് അന്ന് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് MESന് കൊടുത്തതാണ്. പക്ഷെ അവർ തിരിച്ച് അതിനുള്ള ഒരു നന്ദിയും അവരെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ ഇവിടെ MESനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഇത് ലീഗ് നൽകിയതാണെന്നുള്ള ഓർമ്മ അവരുടെ മനസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേറെയും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ പിന്നെ വാങ്ങിയവരൊക്കെ തിരിച്ച് മുസ്ലിം ലീഗിനോട് നന്ദിയുള്ളവരാവണം എന്നൊന്നും തീരുമാനവും ലീഗിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ, ഞാൻ ആദ്യം പറഞ്ഞ പാവപ്പെട്ട ധാരാളം ആളുകളുടെ വീട്ടിൽ തീപൂട്ടാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തീർത്ത അദ്ദേഹം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി അറിയാം, ഞാനും ഒരു അനാഥനായിട്ടാണ് ജനിച്ചത്. യതീംഖാനയിൽ ചേർന്നിട്ടില്ലെങ്കിലും
ഞാനും എൻ്റെ ജ്യേഷ്ഠന്മാരും എനിക്കൊരു പെങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എൻ്റെ വാപ്പ മരിക്കുമ്പോൾ എൻ്റെ ഉമ്മാക്ക് 8 മാസം പ്രായം. അതുകൊണ്ട് ഞാൻ പിതാവിനെ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ യഥാർത്ഥത്തിൽ വാപ്പ മരിച്ചതിന് ശേഷം കടുത്ത പട്ടിണിയായി. ആ പട്ടിണിക്ക് ഒരു അറുതി വരുത്തത് യഥാർത്ഥത്തിൽ MK സാഹിബാണ്. അപ്പൊ ഞാനിപ്പോ റിട്ടയർ ആയത് ഒരു ഹൈസ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ ആയിക്കൊണ്ടാണ്. പക്ഷെ ഞാൻ BEd പോകാനോ ഹെഡ് മാസ്റ്റർ ആവാനോ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ 1963 SLC പാസ്സായതിനു ശേഷം എൻ്റെ ജ്യേഷ്ഠൻ ഈ പറഞ്ഞ കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹം എൻ്റെ കൈയും പിടിച്ച് MK സാഹിബിൻ്റെ അടുത്തേക്ക് പോയി. അതിൻ്റെ ഉദ്ദേശം TTCക്ക് ഇവനെങ്കിലും ചേർക്കണം എന്ന് പറയാനാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ MK കുറേ സമയത്തേക്ക് ഇങ്ങനെ നിശബ്ദനായിട്ട് നിന്നു. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തത്, അബ്ദുസമദ് ഫറൂഖിലേക്ക് പോകണ്ട, അവരെ കൂടാൻ പറഞ്ഞേച്ചാണ്. അപ്പോ മകൻ അബ്ദുസമദ് BEd പാസ്സായിട്ട് ജോലിയുടെ കാര്യം ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഞാനൊരു ദിവസം നമ്മളെ ലവ അബ്ദുൽ മജീദ് സാഹിബായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ. അപ്പൊ അങ്ങനെ എന്താണ് മജീദ് സാഹിബ്, റിസൾട്ടൊക്കെ വരുന്നുണ്ടല്ലോ, എന്താ വല്ല സാധ്യതയും? ഉടനെ കുറച്ച് നിശബ്ദനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം ഒന്ന് പോയി കാണി. നമ്മള് TTCക്ക് ഒരു പോസ്റ്റ് വരുന്നുണ്ട്. നമ്മളെ മോങ്ങത്തേരം മുഹമ്മദ് അലി മാഷെ ശാന്തപുരത്തേക്ക് ഹെഡ്മാഷായിട്ട് കൊണ്ടുപോകുന്നു. അതിന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ആചാര്യത്ത് സ്വാധീനമുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാര്യം നാം വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാല് ഒരു നിലക്കും റിലീവ് ചെയ്യില്ല മുഹമ്മദ് അലി മാഷ എന്ന് പറഞ്ഞ അദ്ദേഹം മജീദ് ഇങ്ങനെ സുൽത്താൻ കുഞ്ഞഹമ്മദിന്റെ ഒരു അഞ്ചനുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ പോയിക്കോട്ടെ, അവനോടെ വെച്ചാൽ. അപ്പോ അന്ന് റിസൾട്ട് വന്ന 1968 ആഗസ്റ്റ് 24 ഞാനിവിടെ TTCയിൽ, ഏത് TTCക്ക് പഠിക്കാനാണോ ഞാൻ ആദ്യം ശ്രമിച്ചത് അവിടെ അധ്യാപകനായിട്ട് സോഷ്യൽ സ്റ്റഡീസും സൈക്കോളജിയും ഒക്കെ ആണ് എടുത്തിരുന്നത്. അത് നമ്മളെ പിന്നെ സർവീസ് ആദ്യം തുടങ്ങുന്നത് 4 കൊല്ലം. അപ്പൊ 68 അവിടെ ചേർന്നിട്ട് പിന്നെ 79 വരെ ഓറിയന്റലിൽ അധ്യാപകനായിട്ട് ഞാൻ തുടർന്നു. കോച്ചിങ് വർഷം അവിടെ ഞങ്ങളൊക്കെ എത്തി. അപ്പോഴാണ് കാരട മുഹമ്മദ് ഹാജി സാഹിബ് എന്നോട് പറയുന്നത്, നിങ്ങൾ BA BEd ഒക്കെ പാസ്സായിക്കുന്നു ജെയിംസ്. പാസ്സായിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു പോസ്റ്റ് ഉണ്ട്, ഹെഡ് മാസ്റ്റർ പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ HS അല്ലേ? എന്നാല് ഞാന് ആയിക്കോട്ടെ, എവിടെയാണ് ഇതെന്ന് ചോദിച്ചു. പാണക്കാട് ഒരു പുതിയ ഹൈസ്കൂൾ വരുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ വരി, ഞാനും നിങ്ങളെയും കൂട്ടിയിട്ട് ഒന്ന് പാണക്കാട്ട് പോകാൻ പറഞ്ഞു. അന്ന് ശിഹാബ് തങ്ങളാണ് സലീന്റെ പ്രസിഡന്റ്. പാണക്കാട് അയമോജി അദ്ദേഹത്തിന്റെ ഉപദേശകനായിട്ട് അവിടെ ഉണ്ട്. ഞാനിങ്ങനെ ചെന്നപ്പോ അഹമ്മദാജി പറഞ്ഞു, ഇയാള് ഹെഡ് മാഷ്, ഇയാള് താടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇയാളെ അറബി മാഷാന്നാ വിചാരിച്ചത്. അല്ലല്ല, അയാള് BA BEd ഒക്കെ അല്ല, ഇയാൾ ഇവിടെ ഒക്കെ വരലുണ്ട് പല ആവശ്യം. ഞാൻ യൂത്ത് ലീഗിന്റെ ആളെന്നുള്ളവർക്ക് അവിടെ ചെല്ലലുണ്ടല്ലോ. ഏതായാലും അവിടെ പിന്നെ 79 ഹെഡ് മാഷായിട്ട് എന്നെ നിയമിച്ചു. അപ്പൊ ഏതായാലും പോണീന് മുമ്പ് ആചാര്യൊന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ ഇപ്പൊ ആചാര്യ സമീപിക്കാൻ ഇങ്ങനെ വലിയ പ്രയാസത്തിൽ ഇങ്ങനെ രാവിലെ അദ്ദേഹം സാധാരണ കിടക്കാറുള്ള റൂമിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ചാണ്ട് കയറി വരി. ഇത് കുഞ്ഞഹമ്മദിന്റെ അഞ്ചൻ മുഹമ്മദാണ്. ഇന്ത്യ വന്നു. ഒന്നുമില്ല, ഞാനിങ്ങനെ പാണക്കാട് ഒരു സ്കൂള് ഹെഡ് മാസ്റ്റർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ ഇതിലൊക്കെ കുറെ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അതൊന്നും സാരമില്ല, മുമ്പ് ഫേക്കാവുകൊണ്ട് സാരമില്ല എന്നും പറഞ്ഞ ഒന്ന് അങ്ങനെ പോകും. അപ്പൊ ആദ്യം ഞാൻ കുഞ്ഞാദോജിനെ കണ്ടിരുന്നു. കുഞ്ഞാദോജിയാണത് വേണ്ടോന്ന് അവസാനം പറയാം. കുഞ്ഞാദോജി ആയിക്കോട്ടെ ആചാര്യ കണ്ടുകൊണ്ട്
അപ്പൊ അവിടെ കളമൊക്കെ ഒരുക്കിയതിന്റെ ശേഷമാണ് ആചാരാവസാനം ചെയ്യുന്നത്. ഇൻഷാല്ല അങ്ങനെ പോകും. അപ്പൊ ഞാൻ പറഞ്ഞത് എത്ര നിലക്ക് അദ്ദേഹത്തോട് നമുക്കൊക്കെ കടപ്പാടുണ്ട്. പിന്നെ നമ്മളെ എല്ലാ ഉയർച്ചക്കൊക്കെ അങ്ങനെ എത്രയോ ആളുകളെ ഞാൻ പറഞ്ഞ മേഖലയിലേക്ക്, ഉയർച്ചയിലേക്ക്, ജീവിതത്തിന്റെ ഉയർന്ന ചവിട്ടുപടി കയറാൻ അദ്ദേഹം സഹായിച്ചു. മെച്ചാടുള്ള ഒരു ദീപിക ഇബ്രാഹിം സാഹിബ് പറഞ്ഞിട്ടുണ്ട്, MK അവരെ കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോ ശമ്പളം അധികം കിട്ടുന്ന വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അവർ നീ വേഗം പോയിക്കോന്ന് പറഞ്ഞു. അധികം ശമ്പളവും അധികം പദവിയും കിട്ടുന്ന ആണെങ്കിൽ വേഗം പോയിക്കോ, അത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഉയർന്നു പോകണം, ഉയർന്ന ചവിട്ടുപടിയിൽ എത്താൻ. അപ്പൊ അതുകൊണ്ട് നമ്മളെ പ്രാർത്ഥനയിലൊക്കെ എപ്പോഴും ഹാജി വളാഞ്ചേരിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, എന്റെ അഖിലേന്ത്യയിലേക്ക് നിങ്ങൾ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ പാർട്ടി പോകരുത്, നിങ്ങൾ യൂണിയൻ ലീഗിലാ പോകാവോ. അല്ല അത് അല്ലല്ല ഇതിന്റെ മുമ്പ് നമ്മളെ യൂത്ത് ലീഗിന്റെ മുഹമ്മദും പിന്നെ കോഴിക്കോട്ടെ 2 യൂത്ത് ലീഗ് നേതാക്കന്മാരുണ്ടല്ലോ, അവര് മാനാജർ മൈതാരിയിൽ ഒരു സമ്മേളനം നടത്തിയിരുന്നു. അന്ന് ഞാൻ ലീഗിൽ ഈ ലീഗിലൊന്നും ചേർന്നിട്ടില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ പിന്നെ അത്താണിക്കൽ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രാവിലെ ആദ്യം ഒരു കാർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഒരു കുറ്റിയിൽ മുഹമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു അംഗരക്ഷകൻ എന്നുള്ളവർക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പൊ എന്നോട് ഇങ്ങനെ കാറോടെ നിർത്തിയാണ് മമ്മേജി കയറിക്കുക, ഞങ്ങള് കോഴിക്കോട്ട് കാണുന്നത്. MKG കോഴിക്കോട്ട് കാണുന്നത് ഈ കയറിക്കൊന്നു കയറി. മൂപ്പര് സാധാരണമാതിരി മൂപ്പര് മമ്മൂട്ടി സാഹിബും ഞാനവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി, മൂപ്പരാണ്ട് സ്റ്റേജിലേക്ക് കയറിപ്പോയി. പിന്നെ അപ്പൊ അത് അന്ന് വലിയ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയാണ് അത് നടത്താൻ വേണ്ടി, കുതിരപ്പട്ടാളത്തിനൊക്കെ ഇതിന് അയച്ചിരുന്നു. അതിന് അച്ചടക്കം അക്രമമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊന്നും ഉണ്ടായില്ല, സംഗതി ഭംഗിയായിട്ട് നടന്നു. അപ്പൊ അങ്ങനെ മൂപ്പരെ പരമാവധി നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നത് മനസാക്ഷി ഇങ്ങനെ ഈ ഭാഗത്ത് നിൽക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോഴാണ് അഖിലേന്ത്യാ ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കെ യൂണിയൻ ലീഗിന്റെ ആളുകൾ മദ്രാസിൽ വന്നാല് സൗജന്യമായിട്ട് താമസവും സൗകര്യമൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകും. അവിടെ മദ്രാസിൽ അദ്ദേഹത്തിന്റെ ഹോട്ടലുകളൊക്കെ ഇവിടുന്ന് വരുന്ന നേതാക്കന്മാർക്ക് വേണ്ടിയാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് അതിന്റെ സംവിധാനമൊക്കെ. ഇൻഷാ അല്ലാഹ് അത്ര മതിയല്ലോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.